പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖല്ലേ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ഞായറാഴ്ച നിങ്ങൾക്ക് ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഡിസംബർ മാസം 28 ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം എത്രമാത്രം നമ്മെ അനുഗ്രഹിക്കുന്നുണ്ടല്ലേ, നമ്മെ പരിപാലിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കുക. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലം പഠിച്ച വചനങ്ങളാണ് ഇന്ന് നാം ആവർത്തിക്കുന്നത്. അതായത് 22 മുതൽ 27 വരെ പഠിച്ച വചനങ്ങളാണ് ഇന്ന് ആവർത്തിച്ച് ഒരിക്കൽ കൂടി ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ 22 പഠിച്ച വചനം യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വചനമായിരുന്നു. The book of the prophet Isaiah chapter 7 verse 14. അതിങ്ങനെയാണ് പറയുന്നത്: അതിനാൽ കർത്താവ് തന്നെ നിനക്കൊരടയാളം തരും, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഇതായിരുന്നു നാം 22 പഠിച്ച വചനം. ഇനി 23 പഠിച്ച വചനം സക്കറിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 9-ാം വചനമായിരുന്നു. The book of the prophet Zechariah chapter 9 verse 9. സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക, നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു, അവൻ പ്രതാപവാനും ജയശാലിയുമാണ്, അവൻ വിനയാന്വിതനായി കഴുതയുടെ പുറത്ത് കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ഇതായിരുന്നു നാം 23. വളരെ നല്ല വചനമാണ് കേട്ടോ, വളരെ നല്ല. അതായത് നമുക്ക് എത്രമാത്രം സന്തോഷം നമ്മോട് പറയുകയാണ്. സിയോൻ പുത്രി, ജെറുസലേം പുത്രി ആനന്ദിക്കുക, ആർപ്പ് വിളിക്കുക. അതായത് സന്തോഷത്തോടെ ആയിരിക്കാൻ കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്ന വചനമാണ് സക്കറിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 9-ാം വചനം. ഇനി 24 പഠിച്ച വചനം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വചനമാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. നമ്മുടെ പാപമോചനം അവനാണ്, അതായത് യേശു ക്രിസ്തുവാണ് നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നത്. നീ അവൻ യേശു എന്ന് പേരിടണം, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. വചനം പഠിക്കുക. വചനം വളരെ ശക്തമായൊരു വചനമാണ്. ഇനി 25 ക്രിസ്മസ് ഡേയിൽ നമ്മൾ പഠിച്ച വചനമാണ്: ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. അതായിരുന്നു നാം 25 ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായം 11-ാം വചനം. അതായിരുന്നു നാം 25 26 നമ്മൾ വചനം പഠിച്ചില്ല, പങ്കുവച്ചില്ല. ഇനി 27 പഠിച്ച വചനം ലൂക്കാസ് സുവിശേഷം തന്നെ 2-ാം അധ്യായം 29, 30, 31 വചനങ്ങളായിരുന്നു. The Gospel of St. Luke chapter 2 verse 29 to 31. കർത്താവ് അതായത് ശിമയോൻ കുഞ്ഞിനെ കയ്യിലെടുത്ത്, ഈശോയെ കയ്യിലെടുത്തിട്ട് പറഞ്ഞ വാക്കുകളാണ്. അതിങ്ങനെയാണ്: കർത്താവെ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ അവിടുത്തെ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ, എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. കർത്താവെ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ, എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഈ 5 വചനങ്ങൾ നമുക്ക് മനഃപ്പാഠമാക്കാം, വചനത്തിൽ നമുക്ക് വളരാം. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ഞായറാഴ്ച നേരുന്നു. ആമേൻ.